ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പോലീസ്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി 5 ദിവസത്തേക്ക് കൂടിയാണ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ശ്രീധുവിനെയും ഹരികുമാറിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, ഇനിയും പോലീസിന് പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇപ്പോഴും എങ്ങനെയാണ് ഈ കൃത്യം നടന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവരുടെ തെളിവെടുപ്പാണെങ്കിലും ചോദ്യം ചെയ്യൽ സമയത്താണെങ്കിലും കൃത്യമായ വിവരങ്ങൾ പ്രതികളിൽ നിന്ന് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പല സമയങ്ങളിലും പല രീതിയിലുള്ള മൊഴിയാണ് ഇരുവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ 14 ദിവസം ഹരികുമാറിനെ കോടതി റിമാൻഡിൽ അയക്കുകയും ഇതിനോടൊപ്പം തന്നെ പോലീസ് കസ്റ്റഡിയപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 4-നാണ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഹരികുമാറിനെ വിട്ടു നൽകുന്നത്. അത് 3 ദിവസത്തേക്കായിരുന്നു. ഇന്ന് വരെ 7-ാം തീയതി വരെയായിരുന്നു കസ്റ്റഡിയിലേക്ക് വിട്ടത്. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രതിഭാഗം മറ്റൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ആരോഗ്യ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന് വേണ്ട ചികിത്സ നൽകണമെന്നുള്ള ഒരു ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഹരികുമാറിനെ മെഡിക്കൽ കോളേജിലുള്ള ഒരു വിദഗ്ധ സംഘം നിരീക്ഷിക്കുകയും ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. ഇന്ന് കസ്റ്റഡി അപേക്ഷ തീരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഹരികുമാറിനെ വീണ്ടും പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും വീണ്ടും ഒരു 5 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വാങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്. 12-ാം തീയതി വരെയാണ് കസ്റ്റഡി കാലാവധി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഹരികുമാറിനെയും ശ്രീധുവിനെയും വീണ്ടും ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് പോലീസിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഇന്ന് രാത്രി തന്നെ ഇപ്പോൾ ഓൾറെഡി ശ്രീധു പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആയതിനാൽ ഇന്ന് രാത്രി തന്നെ ഹരികുമാറിനെയും ശ്രീധുവിനെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് തുടക്കമിടുന്നത്. നാളെ ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി തീരും. ആയതിനാൽ നാളെ വീണ്ടും കസ്റ്റഡിയിൽ ശ്രീധുവിന് കിട്ടുന്നതിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും പോലീസ് അടുത്ത ഘട്ടം എന്ന രീതിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് തയ്യാറായിരിക്കുന്നത്. കാരണം ഈ കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്നതിൽ പോലീസിന് വ്യക്തതയില്ല. അത് ഇവരുടെ മൊഴിയെടുപ്പിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളെല്ലാം മാറും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ.